ഹായ്, ഐ എം ഡോക്ടർ ജസ്ന, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, നടക്കാവിൽ ഹോസ്പിറ്റൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോൺട്രാസെപ്റ്റീവ് മെത്തഡ് അഥവാ ഗർഭനിരോധന മാർഗങ്ങൾ. ഒരുപാട് പേഷ്യൻസ് IPL കഴിച്ച് ഗർഭിണി ആയതുകൊണ്ട് അബോർഷന് വേണ്ടി OPയിൽ വരാറുണ്ട്. എന്തുകൊണ്ടാണ് IPL ഇത്രയും ഫെയിലിയർ റേറ്റ് ഉണ്ടാവുന്നത്? IPLന്റെ ഫംഗ്ഷൻ തന്നെ, അതിൻ്റെ പ്രവർത്തനം തന്നെ അണ്ണം പുറത്തേക്ക് വരുന്നത് തടയുക, ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഓവുലേറ്റ് ആയ സമയത്താണ് IPL കഴിച്ചതെങ്കിൽ നിങ്ങൾ തീർച്ചയായും പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എമർജൻസി ഗർഭനിരോധന മാർഗ്ഗങ്ങൾ തന്നെ ഒരുപാട് ടാബ്ലറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫാർമസിയിൽ നിന്നും എപ്പോഴും വാങ്ങിക്കുന്ന ഈ IPL മറ്റ് ടാബ്ലറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ പാർട്ട്ണറുമായി നിങ്ങൾ ഇൻഫ്രീക്വൻ്റ് ആയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാരിയർ മെത്തേഡ് ആയിരിക്കും ഒന്നുകൂടി സേഫ് ആവുന്നത്. അതിൽ വരുന്നതാണ് കോണ്ടവും ഡയഫ്രം പോലുള്ള മെത്തേഡ്സ്. നിങ്ങളുടെ പങ്കാളി വിദേശത്ത് നിന്ന് 2-3 മാസത്തേക്ക് നാട്ടിലേക്ക് വെക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോൺട്രാസെപ്ഷനായിട്ട് ടാബ്ലറ്റ്സും ഇൻജെക്റ്റബിളും അവൈലബിൾ ആണ്. ടാബ്ലറ്റുകളിൽ തന്നെ നിങ്ങൾക്ക് 21 ദിവസം സ്ഥിരമായി കഴിക്കേണ്ട ടാബ്ലറ്റുകളുണ്ട്. നിങ്ങൾ പാലൂട്ടുന്ന അമ്മമാരാണെങ്കിൽ ഡെയിലി കഴിക്കേണ്ട ടാബ്ലറ്റുകളും, അതല്ലെങ്കിൽ 2 ദിവസത്തെ ഇടവേളകളിൽ കഴിക്കേണ്ട ടാബ്ലറ്റും അവൈലബിൾ ആണ്. ഇനി ഇഞ്ചക്ഷനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോസിൽ തന്നെ 3 മാസത്തേക്ക് ഗർഭനിരോധനം സാധ്യമാണ്. ഇനി നിങ്ങൾ ലോങ് ടേമിലേക്കാണ് പ്രഗ്നൻസി തടയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഡെലിവർ ആയവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കോപ്പറ്റി ഓർ മെറീന പോലത്തെ ഒരു ഡിവൈസ് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഡെലിവറി ആവാത്തവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൽസോ ഇഞ്ചെക്ഷൻസോ അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഡിവൈസോ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇംപ്ലാന്റ്സ്. നിങ്ങൾക്ക് പ്രഗ്നൻസി ഇപ്പോഴേക്കൊരു പ്ലാൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈനക് കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കോൺട്രാസെപ്റ്റീവ് പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ചെയ്യുന്നത് മൂലം നിങ്ങൾ പ്ലാൻ ചെയ്യാത്തൊരു പ്രഗ്നൻസി കൺസീവ് ആയത് മൂലം അത് അബോർഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവന് ഭീഷണിയായേക്കാം.